അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മുടെ ഓരോ സമയങ്ങളും, നമ്മുടെ ഓരോ വാക്കുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. വിശുദ്ധ റമളാനിൻ്റെ പുണ്യമാക്കപ്പെട്ട ഓരോ സെക്കൻഡുകളും മണിക്കൂറുകളും നമ്മിൽ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റബ്ബിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നാം ബോധവാന്മാരാവുകയും റബ്ബിൽ നിന്നുള്ള കാരുണ്യം നാം നേടിയെടുക്കുകയും ആ കാരുണ്യത്തിനു വേണ്ടിയുള്ള ദുആവും പ്രാർത്ഥനയും നമ്മളിൽ നിന്ന് ഉണ്ടാവണമെന്നും ആമുഖമായി ഉണർത്തട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കാരുണ്യം അത് വിശാലമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിച്ച് ഒരിക്കലും നമുക്ക് നിരാശ വരാൻ പാടില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് പഠിപ്പിക്കുന്ന, നമ്മളോട് ഉണർത്തുന്ന ഒരു കാര്യം സൂറത്തു സുമറിൻ്റെ 53-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. കുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, എൻ്റെ അടിമകളെ. അസ്റഫു എങ്ങനത്തെ അടിമകളാണ്? അസ്റഫു അലാ അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളോട് അക്രമം ചെയ്തവർ, കണക്കില്ലാത്ത കുറ്റം ചെയ്ത ആളുകൾ, വലിയ തെറ്റ് ചെയ്ത ആളുകൾ, ധാരാളം തെറ്റ് ചെയ്ത ആളുകൾ. ആ തെറ്റ് ചെയ്ത ആളുകളോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് തൊട്ടൊരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. അള്ളാഹുവിൻ്റെ കാരുണ്യം അത് വിശാലമാണ്. അത് നിങ്ങൾക്കും ലഭിക്കും. നിങ്ങൾക്കൊരിക്കലും നിരാശ വരാൻ പാടില്ല. കാരണം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ ദോഷങ്ങളെയും പൊറുക്കുന്നവനാണ്. എല്ലാ ദോഷങ്ങളും മുഴുവനായിട്ടും അള്ളാഹുവിന് പൊറുക്കാൻ ഒരു പ്രയാസവുമില്ല. കാരണം അള്ളാഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു പൊറുക്കുന്നവനാണ്, അള്ളാഹു കരുണ ചെയ്യുന്നവനാണ്. അള്ളാഹു റഹീമാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എപ്പോഴും നമ്മൾ ഓരോ സമയങ്ങളിലും ഖുർആൻ പാരായണം തുടങ്ങുമ്പോൾ ചൊല്ലുന്ന ആ ഒരു വാക്യം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനെ ഓർത്തുകൊണ്ടാണ്. റഹ്മാനാണ് റബ്ബ്, പരന്ന കാരുണ്യമുള്ളവനാണ്, എല്ലാവർക്കും കാരുണ്യം ചെയ്യും. അള്ളാഹുവിനെ അനുസരിക്കാത്ത ആളുകൾക്കും അതുപോലെ അള്ളാഹുവിനോട് എതിര് ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ അള്ളാഹു ദുന്യാവിൽ കാരുണ്യം ചെയ്യും. അതാണ് റഹ്മാൻ. റഹീമുമാണ് അള്ളാഹു. അഥവാ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ച ആളുകൾ, അവർ നാളെ മരിച്ചു പരലോകത്ത് ചെല്ലുമ്പോൾ അവർക്ക് അവൻ പ്രത്യേകമായ സ്വർഗം നൽകും, അനുഗ്രഹങ്ങൾ ചെയ്യും. അതാണ് റഹീം. എന്നാലും അള്ളാഹു തആലയുടെ കാരുണ്യം നോക്കൂ നിങ്ങൾ. അള്ളാഹു ഒരിക്കലും കരുണ ചെയ്യുന്നതിന് അള്ളാഹുവിനൊരു പ്രയാസവുമില്ല. അള്ളാഹു പറഞ്ഞല്ലോ, വറഹ്മതി വസിഅത് കുല്ല ഷൈ. അറാഫിൽ അള്ളാഹു പറയുന്നുണ്ട്, എൻ്റെ കാരുണ്യം എല്ലാ വസ്തുവിനേക്കാളും വിശാലമാണ്, മികച്ചതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ഒരിക്കലും അതിൽ നിങ്ങൾ നിരാശപ്പെടരുത്. കാരണം ഈ ഒരു 10 ദിവസം റമളാനിൻ്റെ ആദ്യത്തെ 10 കാരുണ്യത്തിൻ്റെ പത്താണ്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. പടച്ചവനെ, കരുണ കൊണ്ട റബ്ബേ, കരുണ കൊണ്ടാർ എന്നോട് കരുണ കാണിക്കു റബ്ബേ, റഹംനി, എന്നോട് കരുണ കാണിക്കു റബ്ബേ എന്നുള്ള ദുആ നമ്മളിങ്ങനെ ചൊല്ലി വരുന്നു. അതിൻ്റെ അർത്ഥം, അതിൻ്റെ വിശാലമായതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ റബ്ബിനോട് നമുക്ക് സ്നേഹം കൂടുകയും റബ്ബിൻ്റെ കാരുണ്യത്തെ ചോദിച്ചു വാങ്ങാനുള്ള ഒരു ആഗ്രഹം നമുക്ക് വർദ്ധിക്കുകയും അങ്ങനെ നമ്മുടെ സമയങ്ങളെ ദിക്റിലും ദുആയിലും നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യം നേടിയെടുക്കാൻ നാം സന്നദ്ധരാവുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനാവട്ടെ ഈ ഒരു വീഡിയോ അതിനുപകരിക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെയൊക്കെ പിന്തുണ വേണം.
മാത്രമല്ല അള്ളാഹുവിനെക്കുറിച്ച് നമുക്കൊരു പ്രതീക്ഷയുണ്ടായാൽ, അള്ളാഹുവിനെക്കുറിച്ച് ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അത്യാവശ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് മഹാനായ ഇബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഈ ഹദീസ് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊരാൾ സാക്ഷീകരിച്ചാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ സാക്ഷീകരിച്ചു, വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നും ഒരാൾ സാക്ഷീകരിച്ചു, വ അന്ന ഈസാ അബ്ദുല്ലാഹ്, ഈസാ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നും ഒരാൾ സാക്ഷീകരിച്ചു, വ റസൂലു, ഈസാ നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നൊരാൾ സാക്ഷീകരിച്ചു, വ കലിമത്തുഹു അൽഖാഹ ഇലാ മറിയമ, മറിയമിലേക്ക് ഇട്ടുകൊടുത്ത അള്ളാഹുവിൻ്റെ വചനമാണ് ഈസാ എന്നും ഒരാൾ വിശ്വസിച്ചു. മാത്രമല്ല വറൂഹും മിൻഹു, അള്ളാഹുവിൻ്റെ ഒരു റൂഹാണ് ഈസാ എന്നും ഒരാൾ വിശ്വസിച്ചു. അങ്ങനെ വ അന്നൽ ജന്നത ഹഖ്, സ്വർഗം സത്യമാണ് എന്നുള്ള ഒരാൾ വിശ്വസിച്ചു. വ അന്നാറ ഹഖുൻ, നരകം സത്യമാണ് എന്നും ഒരാൾ വിശ്വസിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ മനുഷ്യനെ പറ്റി പറയുന്നത്, ആ ഒരു വിശ്വാസിയെപ്പറ്റി പറയുന്നത്, അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ, അവൻ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ മേൽ അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. കാരണം അവൻ്റെ വിശ്വാസം കൃത്യമായി, അടിത്തറ കൃത്യമായി, അവൻ്റെ വിശ്വാസമാണ് അവൻ്റെ പ്രവർത്തനത്തിൻ്റെ സ്വീകാര്യത നിർണ്ണയിക്കുന്നത്. വിശ്വാസമില്ലാത്ത പ്രവർത്തനത്തിന് പ്രതിഫലമില്ല. വിശ്വാസമില്ലാത്ത ഒരു കാര്യത്തിനും അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുകയില്ല. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു അണുവിൻ്റെ അത്ര നന്മ ഒരാൾ ചെയ്താൽ, ഒരു ചെറിയൊരു നന്മ ഒരാൾ ചെയ്താൽ അത് നാളെ പരലോകത്ത് അവനിക്ക് കാണും. പക്ഷേ എന്തു വേണം? വിശ്വാസം വേണം. വിശ്വാസമുണ്ടാകുമ്പോഴാണ് അവൻ്റെ ചെറിയ ഒരു നന്മക്കും വലിയ നന്മക്കും എല്ലാം പ്രതിഫലം ഉണ്ടാകുന്നത്. വിശ്വാസമില്ലെങ്കിൽ അവൻ വലിയ നന്മ ചെയ്തിട്ടും കാര്യമില്ല, അതിനൊരിക്കലും അള്ളാഹു പ്രതിഫലം തരുകയില്ല. വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ച് നമുക്കൊരു നല്ല ഒരു പ്രതീക്ഷ വേണം, ഒരു അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു നല്ലൊരു ധാരണ വേണം, നല്ലൊരു ഭാവന വേണം. നമ്മൾ അള്ളാഹു കരുണ ചെയ്യും എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരണം. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഒരാളുടെ ഈമാൻ കൃത്യമായാൽ, അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇത് കൃത്യമാണ്, അതിൽ ചാഞ്ചാട്ടമില്ല, അത് കൃത്യമായി ഒരാൾ അടിയുറച്ച് വിശ്വസിച്ചാൽ ഹറമല്ലാഹു അലൈഹിന്നാർ, അവൻ്റെ മേൽ നരകം നിഷിദ്ധമാണ്, അവൻ്റെ മേൽ നരകം ഹറാമാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. ഇത് സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തപ്പെട്ട ഹദീസാണ്. മാത്രമല്ല നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ അതിൻ്റെ ഒരു പ്രാധാന്യം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ആമിനു കമാ ആമനന്നാസ്, സ്വഹാബത്ത് നിങ്ങൾ എങ്ങനെയാണോ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചത് അതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. സ്വഹാബത്ത്, അന്നാസ് എന്ന് പറഞ്ഞാൽ സഹാബ, ആ സ്വഹാബത്തിൻ്റെ വിശ്വാസം, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നമുക്ക് വിശ്വസിക്കാൻ, അഥവാ നമ്മുടെ ഈമാൻ കറക്റ്റ് ആകണമെന്നർത്ഥം. ഈമാൻ അത് ക്ലിയറാവണം, അതിൽ ഒരിക്കലും ഒരു ശങ്കയും ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ ഒരു മനുഷ്യനിക്ക് അവനിക്ക് ഒരു അള്ളാഹുവിനെക്കുറിച്ച് നല്ലൊരു വിശ്വാസവും അള്ളാഹുവിനെക്കുറിച്ച് നല്ലൊരു ചിന്തയും ഉണ്ടായാൽ അള്ളാഹു പ്രതിഫലം തരുമെന്നുള്ള വിശ്വാസം ഒരാൾക്കുണ്ടാകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അഥവാ അള്ളാഹു പറഞ്ഞൊരു ഹദീസ് ആണ്. അള്ളാഹു പറഞ്ഞത് റസൂലുള്ളാഹി ഉദ്ധരിക്കുമ്പോൾ അതിന് ഖുദ്സിയായ ഹദീസ് എന്നാണ് പറയുക. അള്ളാഹു പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശറു അംസാലിഹാ ഔ അസിയദ, ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്താൽ, ഒരു നന്മ ഒരാൾ ചെയ്താൽ അവനിക്ക് 10 പ്രതിഫലം അള്ളാഹു നൽകും, അതിനേക്കാൾ കൂടുതൽ നൽകും. ചുരുങ്ങിയത് 10 റമദാനിലാകുമ്പോൾ അതിലേക്കാളും നൽകും. 70ഉം 70,000 ഒക്കെ അള്ളാഹു നൽകും, അതിന് കണക്കില്ല റമദാനാകുമ്പോൾ. മാത്രമല്ല, എന്നാലോ തിന്മ ചെയ്താലോ, ഒമൻ ജാ ബിസ്സയ്യിഅതി, ഒരാളൊരു തിന്മ ചെയ്താൽ ഫജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ ഔ അഗ്ഫിർ,
ഒരു തിന്മ ഒരാൾ ചെയ്താൽ അതുപോലത്തെ ഒരു തിന്മയായിട്ടേ അള്ളാഹു രേഖപ്പെടുത്തുള്ളൂ. നന്മയെപ്പോലെ അള്ളാഹു തിന്മയെയും അള്ളാഹു അങ്ങനെയല്ല കാണുന്നത്. നന്മ ചെയ്തപ്പോൾ നമുക്ക് ഇരട്ടി 10, 9 കാര്യം നമുക്ക് ചെയ്യാതെ അള്ളാഹു തന്നു. എന്നാൽ തിന്മ ചെയ്താലും അങ്ങനെയാണോ? അല്ല. തിന്മ ചെയ്താൽ 10 തിന്മയായിട്ട് അള്ളാഹു രേഖപ്പെടുത്തണില്ല. അത് ഒരു തിന്മയായിട്ട് തന്നെ അള്ളാഹു രേഖപ്പെടും. എന്നാൽ ചിലപ്പോൾ അള്ളാഹു പുറത്തു തരുകയും ചെയ്യും. ചിലപ്പോൾ അള്ളാഹു അത് പുറത്തു തരും. അപ്പം അള്ളാഹു നമ്മളോട് അത്ര അടുക്കുകയാണ്. അള്ളാഹു പറയാണ്, ഒമൻ തഖറബ മിന്നി ശിബ്റ, ഒരു ചാണൊരാൾ എന്നോട് അടുത്താൽ ഒരു മുഴം ഞാൻ അവനോടടുക്കും. ഒമൻ തഖറബ മിന്നി ദിറാഅ, ഒരു മുഴം ഒരാൾ എന്നോട് അടുത്താൽ തഖറബ്തു മിൻഹു മഅ, ഒരു മാറ് ഞാൻ അവനോടടുക്കും. ഒമൻ അതാനി യംശി അതൈതുഹു ഹർവല, ഒരാൾ നടന്നവനായിട്ട് എൻ്റെ അടുക്കൽ വന്നാൽ ഓടിയവനായിട്ട് ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു നമ്മളടുത്തേക്ക് ഓടി വരും എന്ന് പറഞ്ഞാൽ കയ്യും കാലും ഒക്കെ ഉണ്ടായിട്ട് ഓടി വരും എന്നുള്ള അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകരുതേ. എന്താണ് അള്ളാഹു ഓടി വരും എന്നതിൻ്റെ അർത്ഥം? നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുവോ അള്ളാഹു അതിന് സാഹചര്യം ഒരുക്കി തരും. അള്ളാഹു അതിനുള്ള വഴി നമുക്ക് ഒരുക്കി തരും. ആ വഴി എളുപ്പമാക്കും അള്ളാഹു താല. അള്ളാഹ് നമ്മളോട് ഒരിക്കലും അക്രമം കാണിക്കൂല. ഒരു മനുഷ്യൻ നന്നാകാൻ തീരുമാനിക്കുമ്പോൾ അള്ളാഹു വിചാരിക്കുന്നത് ഇവൻ നന്നാവണ്ട, ഇവൻ നരകത്ത് പോകട്ടെ എന്നുള്ള ഒരു ചിന്തയൊന്നും അള്ളാഹുവിന് വരൂല. അള്ളാഹു നമ്മളെ പരമാവധി നമ്മളെ നന്മയിലേക്ക് നമ്മളെ കൊണ്ടുവരാനാണ് അള്ളാഹു ഇഷ്ടപ്പെടുക. ഒമൻ ലഖിയനി ബിഖുറാബിൽ അർളി ഖതിയ, ഭൂമി നിറയെ തിന്മയുമായി ഒരാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്നാൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ അങ്ങനെയാണെങ്കിൽ അള്ളാഹു ലാ യുശ്രിക് ബി ഷൈഅ, ഒരു ശിർക്ക് ചെയ്യാതിരിക്കണം. ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു പൊറുക്കൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ലഖീതു ബിമിസ്ലിഹാ ബഗ്ഫിറ, അതുപോലത്തെ പാപമോചനവുമായിട്ട് ഞാൻ അവനെ കണ്ടുമുട്ടും, ഞാൻ അവനെ പരിഗണിക്കും എന്ന് പറഞ്ഞാൽ എത്ര തെറ്റ് ചെയ്തോ അതൊന്നും അള്ളാഹുവിനൊരു പ്രശ്നമല്ല. അള്ളാഹുവിന് അതൊക്കെ പൊറുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക. അള്ളാഹു പറഞ്ഞതായിട്ട് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. സ്വഹീഹായ ഹദീസാണ്. മാത്രമല്ല അള്ളാഹു നമ്മളോട് എത്രമാത്രം അടുക്കും, നമ്മളാ വിശ്വാസം കറക്റ്റായാൽ, നമ്മുടെ വിശ്വാസം കൃത്യമായാൽ, അള്ളാഹുവിനെക്കുറിച്ച് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നല്ലൊരു ഭാവന എത്രത്തോളം ഉണ്ട് അത്രത്തോളം നമുക്ക് അള്ളാഹു പുണ്യം നൽകും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുആദ് റളിയല്ലാഹു അൻഹും ഒരു ഈത്തപ്പഴത്തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോഴുണ്ടായ ഒരു സംഭവം അനസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. സ്വഹീഹായ ഹദീസാണ് ഈ ഒരു ഹദീസ്. ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തുന്ന ഹദീസാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി വിളിച്ചു, യാ മുആദ്. ആ വിളിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് നല്ലൊരു ഉത്തരം മുആദ് റളിയല്ലാഹു അൻഹു ചെയ്തു. ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക, നബിയേ അങ്ങ് എന്നെ വിളിച്ചല്ലോ, ആ ഒരു സന്തോഷം. വീണ്ടും അതുപോലെ മുആദയെ വിളിച്ചു. വീണ്ടും മുആദ് റളിയല്ലാഹു അൻഹു ഇതുപോലെ പറഞ്ഞു. വീണ്ടും മുആദ് റളിയല്ലാഹു അൻഹു റസൂൽ വിളിച്ചു. വീണ്ടും മുആദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് റസൂൽ പറഞ്ഞു, മാ മിൻ അബ്ദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സിദ്ഖൻ മിൻ ഖൽബി. ഒരാൾ മനസ്സറിഞ്ഞവൻ്റെ ഹൃദയം അറിഞ്ഞിട്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ സാക്ഷീകരിച്ചാൽ, ഈമാൻ കൃത്യമാക്കിയാൽ എന്നർത്ഥം. അള്ളാഹുവിനെക്കുറിച്ചുള്ള ധാരണ കൃത്യമാക്കിയാൽ, ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, നരകം അള്ളാഹു അവൻ്റെ മേൽ ഹറാമാക്കും, നരകം അള്ളാഹു അവൻ്റെ മേൽ നിഷിദ്ധമാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു. ഈ ഒരു സന്ദേശം, ഈ സന്ദേശം കേട്ടപ്പോൾ ഉണ്ടായൊരു സന്തോഷം. മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ ഉഖ്ബിറു ബിഹന്നാസ്, ഇത് ജനങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ? ഫയസ്തബ്ശിറു, അപ്പോൾ ജനങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകും നബിയെ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇതഞ്ഞത്തക്കിലു, ഇതങ്ങ് അവർ കേട്ടാൽ ചിലപ്പോൾ നന്മകളൊന്നും ചെയ്യൂല, നിസ്കരിക്കൂല. അവർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി വിശ്വസിച്ചിട്ടുണ്ടല്ലോ, അള്ളാഹിനെക്കുറിച്ച് നല്ലൊരു പ്രതീക്ഷ ഉണ്ടല്ലോ എന്ന് വിചാരിത്ത നന്മകളൊന്നും ചെയ്യാതെ ഇങ്ങനെ നിലകൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ അവർ ചെയ്യോ എന്ന് റസൂലുള്ളാഹി ചോദിച്ചു. അപ്പോൾ പിന്നെ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല. കാരണം അങ്ങനെ ഒന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം അത്
മുആദ് റളിയല്ലാഹുവിനോട് അത് ഷെയർ ചെയ്യുന്നതിനൊരു പ്രയാസം തോന്നി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അത് അങ്ങനെ തന്നെ നിലകൊണ്ടു. പക്ഷേ മുആദ് റളിയല്ലാഹു മരണത്തിൻ്റെ സമയമായപ്പോൾ, വഫാത്തിൻ്റെ സമയത്തെടുത്തപ്പോൾ മുആദ് റളിയല്ലാഹു ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ മുആദ് റളിയല്ലാഹു മനസ്സിലായി, പഠിച്ചു അള്ളാഹിൻ്റെ റസൂല് എന്നോടൊരു ഹദീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനതെങ്ങാനും മറച്ചു വെച്ചാൽ ഞാനൊരു കുറ്റക്കാരനാകുമല്ലോ എന്ന് പേടിച്ചു മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ആ ഒരു സമയത്ത് അവിടെയുള്ള ആളുകളോട് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന്. അങ്ങനെയാണ് അപ്പോഴാണ് സ്വഹാബത്ത് ഈ ഹദീസ് കേൾക്കുന്നത്. നോക്കി നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിൻ്റെ ഒരു സൂക്ഷ്മത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്കിത് വലിയൊരു ഉദാഹരണമാണ്. അപ്പോൾ നമ്മളെ ഇതിൻ്റെ അർത്ഥം ഈമാൻ ഒരാൾ കൃത്യമാക്കി, നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ളൊരു വിശ്വാസം നമ്മൾ അത് ക്ലിയറാക്കി, അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല ഒരു ഭാവന നമുക്കുണ്ടായി. അങ്ങനെ നാം ചെയ്യുന്ന നന്മകൾക്ക് റബ്ബ് പ്രതിഫലം നൽകുകയും റബ്ബ് നമുക്ക് സ്വർഗം നൽകുകയും ചെയ്യും. നരകത്തിൽ നിന്ന് നമ്മളെ അള്ളാഹു തടയുകയും ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്, അതിൻ്റെ ആ ഒരു താല്പര്യം അതാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് നല്ല ഒരു ധാരണ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഒരു ബർക്കത്താണ്, ഒരു ഐശ്വര്യമാണ്, ഒരു കാരുണ്യമാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും തബൂക്ക് യുദ്ധത്തിന് പോകുന്ന സമയത്ത് വല്ലാതെ അവർ വിശന്നിട്ടുണ്ട്, ഭക്ഷണം ഇല്ലാഞ്ഞിട്ട് വളരെ കഷ്ടപ്പെടുന്നുണ്ട്. ആ സമയത്ത് സ്വഹാബത്തിൽ ചിലർ റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ, ഒട്ടകത്തെ അറുത്ത് നമ്മളതിൻ്റെ മാംസം ഭക്ഷിക്കുകയും അതിൻ്റെ എണ്ണ നമ്മൾ പുരട്ടുകയും ചെയ്യട്ടെ, അതിൻ്റെ നെയ്യ് നമ്മൾ പുരട്ടുകയും ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി. അപ്പോൾ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അംഗീകരിച്ചു, അതുപോലെ ചെയ്യാൻ പറഞ്ഞു. ഇത് കേട്ടോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അങ്ങനെ ചെയ്താൽ ഒരു ഒട്ടകം നമുക്ക് കുറഞ്ഞാൽ നമ്മുടെ യുദ്ധത്തിൻ്റെ വിജയത്തിനത് ബാധിക്കുമല്ലോ. നമ്മുടെ യുദ്ധത്തിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒട്ടകത്തെ നമുക്ക് കുറയുന്നത് തന്നെ അത് വലിയൊരു പ്രയാസം ഉണ്ടാക്കുമല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ അഭിപ്രായത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. റസൂലുള്ളാഹി തങ്ങളത്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന് ഒരു കാര്യം അവിടെ വെച്ചു. എന്താണ്? ഉമർ റളിയല്ലാഹു പറഞ്ഞു, നബിയെ, എല്ലാവരുടെ അടുക്കലും കുറച്ച് ഭക്ഷണമുണ്ട്, ആ ഭക്ഷണം എല്ലാവരും ഒരുമിച്ച് കൂട്ടി നബി തങ്ങൾ അങ്ങോട്ടൊരു ബർക്കത്തിന് വേണ്ടി ദ്വാരന്നാൽ ഒരു ബർക്കത്തുണ്ടാകും, അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം കിട്ടുകയും ചെയ്യും. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അതുപോലെ ചെയ്തു. വലിയൊരു സവറ, ഒരു ഷീറ്റ് വിരിച്ചു. എന്നിട്ട് എല്ലാവരുടെക്കലും ഉള്ള ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. ഈത്തപ്പഴം കൊണ്ടുവന്നവരുണ്ട്, ചില റൊട്ടി കഷ്ണങ്ങൾ കൊണ്ടുവന്നവരുണ്ട്. എല്ലാവരും അവരുടെക്കലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അതിൽ നിക്ഷേപിച്ചു. അത് വലിയൊരു കൂട്ടമായി. റസൂലുള്ളാഹിയിൽ ബർക്കത്തിന് വേണ്ടി ഇതുവായിരുന്നു. അങ്ങനെ ബർക്കത്തുണ്ടായി. മാത്രമല്ല, സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ നിന്ന് എല്ലാവരും കഴിക്കുക, എല്ലാവരും ഇതിൽ നിന്ന് കഴിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോളൂ. അങ്ങനെ എല്ലാവരും അതിൽ നിന്ന് കഴിച്ചു. റസൂലുള്ളാഹി പട്ടാളക്കാർക്ക് സഹാബത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹുദൂഫി ഔഇയത്തിക്കും, നിങ്ങളെ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ നിറച്ചോളൂ. ഫഹദൂഫി ഔഇയത്തിയും, അവരുടെ പാത്രങ്ങളൊക്കെ നിറച്ചു വരും. ഹത്താ മാ തറകൂ ഫിൽ അസ്കരി വിആയ ഇല്ലാ മലഅഹു വഅകലൂ ഹത്താ ശബിഉ വഫദല ഫളിലത്തുൻ. അതായത് അവരുടെ പാത്രങ്ങൾ എല്ലാം, അവരുടെ സഞ്ചികളൊക്കെ നിറച്ചു. മുഴുവൻ സൈന്യങ്ങളും അവരുടെ പാത്രങ്ങളൊക്കെ നിറച്ചിട്ടും ഭക്ഷണം ബാക്കിയായി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നി റസൂലുള്ളാഹ്, അള്ളാഹുവിനെ കൊണ്ടുള്ള ഒരു വിശ്വാസം നിങ്ങൾ കൃത്യമാക്കിയാൽ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്നാണ് നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്ത ലാ യൽക്കല്ലാഹു ബിഹിമ, അതുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടൂല അബ്ദുൻ ഒരടിമയും ഒരശാക്കിനും ഒരു സംശയമില്ലാതെ. അങ്ങനെ ഫയുഹ്ജബ അനിൽ ജന്ന, സ്വർഗത്തിനെ തൊട്ട് അയാൾ തടയപ്പെടുകയുണ്ടാവില്ല. ഇങ്ങനെ ഒരാൾ വിശ്വസിച്ച് നാളെ മരിച്ചു ചെന്നാൽ അള്ളാഹുവിൻ്റെ സ്വർഗം അയാൾക്ക് കിട്ടും, നരകം അയാൾക്ക് കിട്ടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ലൊരു വിശ്വാസം ഉണ്ടാക്കുക, ഒരു ബർക്കത്തുണ്ടായി, കാരുണ്യം അവർക്കുണ്ടായി എന്നർത്ഥം. ഒരു കാരുണ്യം അവരിൽ വർഷിച്ചു എന്നർത്ഥം. മാത്രമല്ല, അള്ളാഹു താല എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു അവൻ്റെ രേഖയിൽ എഴുതിയത്
അത് അർഷിൻ്റെ മുകളിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി, എൻ്റെ കാരുണ്യം തഗ്ലിബു ഗളബി, എൻ്റെ ദേഷ്യത്തെക്കാൾ മികച്ചതാണ്, എൻ്റെ ദേഷ്യത്തെക്കാൾ എൻ്റെ കാരുണ്യമാണ് മികച്ചത്. അപ്പം കാരുണ്യവും ദേഷ്യവും ഒരു തുലാസിലിടുമ്പോൾ ആ കാരുണ്യത്തിൻ്റെ തുലാസാണ് കനം കൂടുക എന്നർത്ഥം. കാരുണ്യമാണ് വലുത് എന്നർത്ഥം. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആല കാരുണ്യത്തെ സൃഷ്ടിച്ചപ്പോൾ ആ കാരുണ്യം 100 ഭാഗമാക്കിയിട്ട് 99 ഭാഗവും അള്ളാഹു പിടിച്ചു വച്ചിരിക്കുകയാണ്. വൻസല ഫിൽ അർളി ജുസ്അൻ വാഹിദ, ഒരു ഭാഗം മാത്രമേ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയിട്ടുള്ളൂ. വമൻ സാലിക്കൽ ജുസ്ഇ യതറാഹമു അൽ ഖലായികു എന്ന് പറഞ്ഞാൽ ആ ഒരു കാരുണ്യം, ഒറ്റ കാരുണ്യത്തിൽ നിന്ന് തന്നെ സൃഷ്ടികൾ പരസ്പരം കാരുണ്യം കാണിക്കുന്നു. ഹത്താ തർഫഅ അദ്ദാബതു ഹാഫിറാ അൻ വലദിഹാ ഖശിയത അൻ തുസീബഹു, ഒരു മൃഗം, ആ മൃഗത്തിൻ്റെ പാല് കുടിക്കാൻ വരുന്ന കുട്ടി, ആ കുട്ടിയുടെ ശരീരത്തിൽ ആ മൃഗത്തിൻ്റെ കാല് തട്ടാതിരിക്കാൻ ആ മൃഗം എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്. അതൊരു കാരുണ്യമാണ്, ഒരു കാരുണ്യത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല ഈ 99 അള്ളാഹു എടുത്തു വച്ചിരിക്കുന്നത് അത് അന്ത്യനാളിൽ അവൻ്റെ അടിമകൾക്ക് കാരുണ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അന്ത്യനാളിൻ്റെ ആ ഒരു ഭയാനകത അത്രത്തോളം വലുതാണല്ലോ. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ ഉള്ള ഹദീസാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലെ ഒരിക്കലും നമുക്ക് നിരാശപ്പെടരുത്. കാരുണ്യം വിശാലമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.